വിയറ്റ്നാം ജനതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും വിയറ്റ്നാമിൻ്റെ ചരിത്രം ഒരുപക്ഷെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ചരിത്രം പോലും മാറ്റിമറിച്ച ഏറ്റവും മഹാനായ വ്യക്തിയാണ് ഹോച്ചിമിൻ. ഹോച്ചിമിനെക്കുറിച്ച് സഞ്ചാരികൾക്ക് അറിയുവാനുള്ള ഒരു മാർഗം 1969 സെപ്റ്റംബർ 2 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഭൗതിക ശരീരം ഇന്നും കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന ഹോച്ചിമിൻ മുസോളിയം സന്ദർശിക്കുക എന്നതാണ്. ഞങ്ങൾ 40 പേരടങ്ങുന്ന AKPRF സംഘം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ടൂർ ഓപ്പറേറ്ററായ ഹോളിഡേ ഡിസ്കവേഴ്സിൻ്റെ സാരഥി സൂരജ് നെയ്യാൻ്റെ നേതൃത്വത്തിൽ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് വിയറ്റ് ജെറ്റ് എയർവേസിൽ നവംബർ 13 രാത്രി 10:30 ഫ്ലൈറ്റിൽ യാത്ര തിരിച്ചു. ഫ്ലൈറ്റിൽ ഡിന്നർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ 6:30 ഹോച്ചിമിൻ സിറ്റിയിൽ എത്തിച്ചേർന്നു. എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായ ഹനോയിലേക്ക് വിയറ്റ് ജെറ്റ് എയർവേസിൽ തന്നെ യാത്ര പുറപ്പെട്ടു. ഫ്ലൈറ്റ് 3 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ടും എമിഗ്രേഷന് കൂടുതൽ സമയം എടുത്തതുകൊണ്ടും വൈകുന്നേരം 3:30 ഹനോയിൽ എത്തിച്ചേർന്നത്. ആദ്യം തന്നെ ഹനോയിലുള്ള ഹോച്ചിമിൻ മുസോളിയമാണ് കാണാൻ പോയത്. 5 മണി വരെ മാത്രമേ അവിടെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബസ്സിൽ കയറി. ടൂർ ഗൈഡ് ഹോച്ചിമിനെക്കുറിച്ചും വിയറ്റ്നാമിനെക്കുറിച്ചും ഇംഗ്ലീഷിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു. എയർപോർട്ടിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായ ഹനോയ്. ഹനോയുടെ ഹൃദയഭാഗത്താണ് ഹോച്ചിമിൻ മുസോളിയം. ഹനോയ് നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ബസ് മുന്നോട്ട് നീങ്ങി. ടൂർ ഗൈഡ് വിവരണം തന്നുകൊണ്ടേയിരുന്നു. ഹോച്ചിമിനെ ജനങ്ങൾ ഹോ എന്നാണ് വിളിക്കുന്നത്. ഹോ എന്നാൽ അമ്മാവൻ എന്നാണ്. അമേരിക്ക ചരിത്രത്തിൽ ഇന്നുവരെ ഒരു യുദ്ധത്തിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. അത് ഈ കൊച്ചു മനുഷ്യൻ്റെയും വിയറ്റ്നാമിൻ്റെയും മുന്നിലാണ് എന്ന് ഇദ്ദേഹം മരിച്ചപ്പോൾ ചരമകോളത്തിൽ ന്യൂയോർക്ക് ടൈംസ് എഴുതി. 1890 മെയ് 19 മധ്യ വിയറ്റ്നാമിലെ എങ് ഹേ ഖാൻ പ്രവിശ്യയിലെ ഹോങ് ആങ് ട്രൂ എന്ന ഗ്രാമത്തിലാണ് ഹോച്ചിമിൻ ജനിച്ചത്. ചെറുപ്പകാലത്തിലെ പേര് എൻ ഹുയൻ സിംഗ് ഹൂങ് എന്നായിരുന്നു. അദ്ദേഹം ജനിക്കുമ്പോൾ വിയറ്റ്നാം ഫ്രാൻസിൻ്റെ കോളനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് കൺഫ്യൂഷ്യസ് മതവിശ്വാസിയായിരുന്നു. വിയറ്റ്നാമിലെ രാജകൊട്ടാരത്തിൽ ഗുമസ്തവേല ചെയ്യുകയായിരുന്നു അച്ഛൻ. രാജ്യസഭയിൽ ജോലി ചെയ്യുന്നതിന് വിസമ്മതിച്ച കാരണം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ ചൈനീസ് ഭാഷയിൽ പ്രാവീണ്യം നേടിയ ഹോച്ചിമിൻ അച്ഛൻ്റെ ചുവട് പിടിച്ച് വിയറ്റ്നാമിൻ്റെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ മുഴുകി. 1911 ഹോച്ചിമിൻ ഒരു ഫ്രഞ്ച് കപ്പലിൽ ജോലിക്ക് ചേർന്നു. ആ ജോലിക്കിടയിൽ ഫ്രാൻസിൽ എത്തിച്ചേർന്ന അദ്ദേഹം ഗ്രന്ഥശാലകളിൽ പുസ്തക വായന പതിവാക്കി. ബസ് ഇപ്പോൾ റെഡ് റിവറിൻ്റെ മുകളിലുള്ള ലോങ് ബീൻ ബ്രിഡ്ജിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് വിയറ്റ്നാമിൽ കൂടി ഒഴുകുന്ന നദിയാണ് റെഡ് റിവർ. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള ജലം നദിക്ക് അതിൻ്റെ പേര് നൽകുന്നു. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് ദിനപത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വായിച്ച് അദ്ദേഹം മാർക്സിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ നിന്നും വ്ളാഡിമിർ ലെനിൻ്റെ സിദ്ധാന്തങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1920 സോഷ്യലിസ്റ്റ് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പിന്നീട് അദ്ദേഹം
1923 മോസ്കോയിലേക്ക് പോയി. 1924 ലെനിൻ്റെ മരണശേഷം ഹോച്ചിമിൻ ഒരു കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രമായ കാൻറ്റോണിലേക്ക് പോവുകയും അവിടെ വിയറ്റ്നാമീസ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കേഡർമാരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. 1930 ഫെബ്രുവരി 3 വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. പിന്നീട് അത് ഇൻഡോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നറിയപ്പെട്ടു. ഇതിനിടയിൽ റഷ്യ, പാരീസ്, ചൈന എന്നീ രാജ്യങ്ങളിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ശേഷം 1941 ജനുവരിയിൽ ഹോച്ചിമിൻ വിയറ്റ്നാമിൽ എത്തിച്ചേർന്നു. വിയറ്റ്നാമിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലീഗ് സംഘടിപ്പിക്കുകയും പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹോച്ചിമിൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റായ വിയറ്റ് മിൻറ്റിൻ്റെ സഹായത്തോടെ വടക്കൻ വിയറ്റ്നാം സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ഹോച്ചിമിൻ വടക്കൻ വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റായി. പിന്നീട് ദക്ഷിണ വിയറ്റ്നാമിനെ വടക്കൻ വിയറ്റ്നാമുമായി ഒന്നിപ്പിക്കാൻ ശ്രമം തുടങ്ങി. ഇത് സംഭവിക്കാതിരിക്കാൻ ദക്ഷിണ വിയറ്റ്നാം അമേരിക്കയുടെ സഹായത്തോടെ പോരാടി. ഏകദേശം 40 വർഷം നീണ്ട യുദ്ധത്തിന് ശേഷം അമേരിക്ക പരാജയപ്പെട്ട് പിൻവാങ്ങി. 1975 വടക്കൻ വിയറ്റ്നാം വിജയിക്കുകയും ദക്ഷിണ ഉത്തര വിയറ്റ്നാം ഒരു ഏകീകൃത കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുകയും ചെയ്തു. വിയറ്റ്നാം യുദ്ധം മനുഷ്യജീവിതത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. 1.3 ദശലക്ഷത്തിലധികം വിയറ്റ്നാമീസ് സൈനികരും 58,000 US സൈനികരും കൊല്ലപ്പെട്ടു. 2 ദശലക്ഷത്തിലധികം സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. 1,43,00,000 ബോംബുകൾ അമേരിക്ക വിയറ്റ്നാമിൽ വർഷിച്ചു. ഇന്നും വിയറ്റ്നാമിൻ്റെ പല ഭാഗങ്ങളിലും പൊട്ടാതെ കിടക്കുന്ന മൈനുകളും ബോംബുകളും വിയറ്റ്നാം ജനതയുടെ ഉറക്കം കെടുത്തുന്നു. 20 ലക്ഷം ഗാലൻ ഏജൻ്റ് ഓറഞ്ച് എന്ന മാരക വിഷം സ്പ്രേ ചെയ്തത് കാരണം ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങളും കാടുകളും നശിക്കുകയും ജലമലിനീകരണവും വായുമലിനീകരണവും സംഭവിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇപ്പോഴും ജനിക്കുന്ന പല കുട്ടികളിലും ജനിതക വൈകല്യങ്ങൾ കാണപ്പെടുന്നു. ഗൈഡ് വളരെ വിഷമത്തോടെ പറഞ്ഞു നിർത്തി. ചരിത്രപരമായ പല സംഭവങ്ങൾക്കും ശേഷം 1975 ഏപ്രിൽ അമേരിക്കയുടെ പിന്മാറ്റത്തെ തുടർന്ന് യുദ്ധം അവസാനിക്കുകയും വടക്കൻ വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും യോജിച്ച് ഹനോയ് തലസ്ഥാനമാക്കി റീയൂണിഫൈഡ് വിയറ്റ്നാം നിലവിൽ വന്നു. ഇതിനിടെ 1969 അന്തരിച്ച ഹോച്ചിമിൻ്റെ ബഹുമാനാർത്ഥം ദക്ഷിണ വിയറ്റ്നാമിലെ സൈഗോൺ എന്ന പട്ടണത്തെ ഹോച്ചിമിൻ സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഹനോയ് പട്ടണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിരത്തുകളുടെ ഇരുവശങ്ങളിലും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണാം. നിരത്തുകൾ വീതിയുള്ളതും മനോഹരവുമാണ്. വിലപിടിപ്പുള്ള കാറുകൾ വിരളമാണ്. 85% ആളുകളും ഇരുചക്ര വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഹോച്ചിമിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന മുസോളിയത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. 5 മണി വരെ മാത്രം പ്രവേശനമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. അതൊരു വലിയ നഷ്ടമായി ഇന്നും മനസ്സിൽ കിടക്കുന്നു. പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടി ഹനോയിൽ പോയി മ്യൂസിയം കാണണമെന്നുണ്ട്. മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ഗൈഡ് വളരെ വിശദമായി എല്ലാം പറഞ്ഞു തന്നു. 8 ഭാഗങ്ങളായിട്ടാണ് മ്യൂസിയം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗം 1890 മുതൽ 1910 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ചിത്രീകരിക്കുന്നു. കൊളോണിയലിസത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് വിയറ്റ്നാമിനെ മോചിപ്പിക്കാനുള്ള മാർഗം തേടി ഹോച്ചിമിൻ ലോകം ചുറ്റിയ തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത 10 വർഷങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ പ്രദർശനം. 1920 മുതൽ 1945 വരെയുള്ള ഹോച്ചിമിൻ്റെ ജീവിതം ഉൾക്കൊള്ളുന്ന അടുത്ത 3 പ്രദർശനങ്ങൾ വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക തത്വങ്ങളിലേക്ക് മാർക്സിസത്തിൻ്റെയും ലെനിനിസത്തിൻ്റെയും സ്വാധീനം അദ്ദേഹം എങ്ങനെ സ്വീകരിച്ചുവെന്നും
വിയറ്റ്നാമിന് സ്വാതന്ത്ര്യം നേടാനുള്ള തൻ്റെ തുടർച്ചയായ പരിശ്രമത്തെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയെന്ന് ചിത്രീകരിക്കുന്നു. പ്രദർശനങ്ങൾ 6ഉം 7ഉം ഹോച്ചിമിൻ്റെ 1945 മുതൽ 1969 മരിക്കുന്നതുവരെയുള്ള ജീവിതത്തെ ഉൾക്കൊള്ളുന്നു. പ്രദർശനങ്ങളുടെ അവസാന ഭാഗം പ്രാഥമികമായി അദ്ദേഹത്തിൻ്റെ ദേശീയ നായകനെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ വിശദാംശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദേശീയമായും അന്തർദേശീയമായും ശേഖരിച്ച പുരാവസ്തുക്കൾ, മിനിയേച്ചറുകൾ, വിവിധ സമ്മാനങ്ങൾ എന്നിവയുടെ ഒരു ശേഖരം മ്യൂസിയത്തിൽ അടങ്ങിയിരിക്കുന്നു. പ്രസിഡന്റ് ഹോച്ചിമിനെയും അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനത്തെയും കുറിച്ചുള്ള 1,70,000-ത്തിലധികം രേഖകളും വസ്തുക്കളും സിനിമകളും ഈ മ്യൂസിയത്തിലുണ്ട്. വിയറ്റ്നാമീസിന് പുറമെ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും എഴുതിയ വിവരണങ്ങളും മ്യൂസിയം നൽകുന്നു. മ്യൂസിയത്തിൻ്റെ മുൻഭാഗത്ത് ഒരു വലിയ പരേഡ് ഗ്രൗണ്ടുണ്ട്. ഇവിടെ എല്ലാ വർഷവും സെപ്റ്റംബർ 2-ന് വിയറ്റ്നാം നാഷണൽ ഡേയിൽ ആഘോഷങ്ങളും മിലിറ്ററി ഫോർമേഷൻസും നടക്കുന്നു. 1944-ലെ വിയറ്റ്നാം പീപ്പിൾസ് ആർമിയുടെ രൂപീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ ഡിസംബർ 22-നും വിയറ്റ്നാമീസ് പീപ്പിൾസ് ആർമി ഫൗണ്ടേഷൻ ഡേ ഇവിടെ ആചരിക്കുന്നു. അതുകൂടാതെ വിയറ്റ്നാമിലെ ഹൈ റാങ്കിങ് ഓഫീസേഴ്സിൻ്റെ ഫ്യൂണറൽ പരേഡും ഇവിടെ നടക്കാറുണ്ട്. പരേഡ് ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്ത് വലിയ ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്. അവിടെ വിയറ്റ്നാമിൻ്റെ നാഷണൽ ഫ്ലാഗായ സ്വർണ്ണ നക്ഷത്രം പതിച്ച രക്തപതാക പാറിക്കളിക്കുന്നു. പരേഡ് ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ ഡിഗ്നിറ്ററീസ് ഇരിക്കുന്ന ഗ്രാൻഡ് സ്റ്റാൻഡും കാണാം. ഹോച്ചിമിൻ മ്യൂസിയത്തിന് ചുറ്റുമായി ഒരു ഗാർഡനുണ്ട്. ഇവിടെ വിയറ്റ്നാമിലെ തനതായ ചെടികളും പ്രത്യേകിച്ച് ബാംബു, താമര, ബോൺസായി എന്നിവ മനോഹരമായി പരിപാലിച്ചു വരുന്നു. ഞങ്ങളുടെ ഗൈഡ് മൂൺ ആലപിച്ച ഒരു വിയറ്റ്നാമീസ് ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. Lời bác nay đã dành chiến thắng huy hoàng, 30 năm đấu tranh giành toàn vẹn non sông, 30 năm dân chủ Cộng hòa kháng chiến đã thành công. Việt Nam Hồ Chí Minh, Việt Nam Hồ Chí Minh, Việt Nam Hồ Chí Minh muôn năm, Việt Nam Hồ Chí Minh muôn năm, như có Bác Hồ trong ngày vui giải phóng. Lời bác đây đã thành chiến thắng huy hoàng, 30 năm đấu tranh giành toàn vẹn non sông, 30 năm dân chủ Cộng hòa kháng chiến đã thành công. Việt Nam Hồ Chí Minh muôn năm, Việt Nam Hồ Chí Minh muôn năm, Việt Nam Hồ Chí Minh muôn năm, Việt Nam Hồ Chí Minh muôn năm. Thank you.